12 പേരായിരുന്നു ഈ ആഴ്ചത്തെ എവിക്ഷന് ഉണ്ടായിരുന്നത്. ഇവരിൽ സിബിൻ ഓൾറെഡി പോയി കഴിഞ്ഞു. 11 മത്സരാർത്ഥികൾ ആരായിരിക്കും പോകുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ 50ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ടും ഓൾറെഡി പൂജയും സിബിനും പുറത്തായതിനാലും നോ എവിക്ഷൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന പ്രമോയില് കാണാൻ സാധിക്കുന്നത് എവിക്ഷൻ ഉള്ളവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിടുന്ന ലാലേട്ടനെയാണ്. എന്നാൽ ജയിലിന്റെ അകത്ത് ജാസ്മിൻ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇപ്പം വന്ന പ്രമോയിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലും ജാസ്മിനോട് പാമ്പർ ചെയ്യുന്ന രീതിയിലായിരിക്കും ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട ഒരു ലാലേട്ടനെ അല്ല നമുക്ക് ഇപ്പോ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ അങ്ങനെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിലെ പവർ ടീം ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വീക്കിലെ പവർ ടീമിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയല്ല ജാസ്മിൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജാസ്മിനെ ഡയറക്റ്റ് ആയി നോമിനേറ്റ് ചെയ്യാം. ഒരാളെ മർദ്ദിച്ചതിന് ഇതിലും കുറവായിട്ടുള്ള ഒരു ശിക്ഷ ഇനി കൊടുക്കാൻ പറ്റില്ല. ജിൻഡോയും ജാസ്മിനെയും നിർത്തി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സേവ് അല്ല എന്നാണ് പറയുന്നത്, പക്ഷെ രണ്ടുപേരും പുറത്തു പോവില്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ ജാസ്മിന്റെ വൃത്തികെട്ട പെരുമാറ്റത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.